നമസ്കാരം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിവരമില്ലായ്മ പുതുമയുള്ളൊരു വാർത്തയല്ല. ഒരു സുഡാപ്പി രാജ്യവിരുദ്ധനായിരിക്കുമെന്നുള്ളത് ലോകമറിഞ്ഞ സത്യവുമാണ്. അപ്പോൾ പകൽ കമ്മ്യൂണിസ്റ്റുകാരനും രാത്രി സുഡാപ്പിയുമായി ജീവിക്കുന്ന ഒരു സഖാപ്പി വിവരമില്ലാത്ത രാജ്യവിരുദ്ധനാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അതേ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഉത്തരം. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ആ ഉത്തരം നമുക്ക് നൽകുവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഒരേ ഒരു കാരണം, കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത്, ഒരേ ഒരു കാരണം DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ വസീഫ് എന്താണ് ചെയ്തത്? അദ്ദേഹം സ്വയം ഒരു ഒരു ഹാസ്യ സാമ്രാട്ടാണ് എന്നുള്ള ധാരണയിൽ രാജ്യത്ത് ഇല്ലാത്ത LPG ക്ഷാമം ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനും ഒപ്പം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഒന്ന് പരിഹസിക്കുവാനും വേണ്ടി ഉടൻ വരുന്നു പ്രധാനമന്ത്രി ചാണകവാതക യോജന എന്ന രീതിയിലൊരു FB പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ പോസ്റ്റ് ഇട്ടതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. പിന്നൊരു വെടിയും പുകയുമായിരുന്നു. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ സാധാരണ ജനങ്ങൾ, ഇപ്പോൾ BJP-ക്കാരും ഉണ്ട് അതിൻ്റെ കൂടെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, BJP-ക്കാരും സംഘപരിവാർ അനുകൂലികളുമുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ജനങ്ങളൊക്കെ, മലയാളികൾ അവിടെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ടല്ലോ, ഗുജറാത്തിൽ നിന്നുള്ളവരൊക്കെ മഴയത്ത് നനയാതിരിക്കുവാനെങ്കിലും സ്കൂളിൻ്റെ വരാന്തയിൽ കയറി നിന്നിരുന്നെങ്കിൽ ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കാം എന്നുള്ള വിവരം കിട്ടിയേനെ എന്ന പരിഹാസത്തിൽ തുടങ്ങി ഗുജറാത്തിൽ വളരെ കാലമായി, അതായത് ഒരു 2018 തുടങ്ങി 2021 പൂർണ്ണമായി നടപ്പിലാക്കി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗോബർ ധൻ, അതായത് ചാണകം ധനം, ഇത് രണ്ടിൻ്റെയും കൂടി ഒരു സങ്കലനമായിട്ടുള്ള ഒരു പദ്ധതി, ഗോബർധൻ സ്കീം, അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുമൊക്കെ വസീഫിനെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച് ഒപ്പം നല്ല പരിഹാസം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു വിഷയം കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. ഒപ്പം മറ്റൊരു തരത്തിലും ഇകഴ്ത്താൻ പറ്റാത്ത പ്രധാനമന്ത്രിയെ ഇല്ലാത്ത എന്തെങ്കിലും വസ്തുതയുടെ പേരിൽ പരിഹസിക്കുക, പിന്നെ ചാണകം, ഗർഭിണി, ഭ്രൂണം, ശൂലം, ഇത്തരത്തിലുള്ളൊരു പരിഹാസങ്ങളും അല്ലെങ്കിൽ ഒരു ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഈ വസീഫിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇനി ഒരുപക്ഷെ രാജ്യത്ത് LPGയുടെ ഒരു പ്രതിസന്ധി നിൽക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത്തരമൊരവസരത്തിൽ പ്രതിപക്ഷം ആണെന്നാണല്ലോ വെപ്പ്. കേരളത്തിൽ മാത്രമേ കനലൊരു തരി ഉള്ളെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളാണെന്നാണല്ലോ വെപ്പ്. ഈ പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഉദാഹരണമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയുമല്ല. പ്രതിപക്ഷം ഒരു രാജ്യത്ത് എങ്ങനെ പ്രവർത്തിക്കരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഉള്ളൊരു എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കാണണമെങ്കിൽ ഇസ്രായേലിലേക്കൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള രൂക്ഷമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ യർ ലാപ്പിഡ് ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവാണ്. അതായത് നെതന്യാഹുവിനെ ഇത്രയും ശക്തമായി എതിർക്കുന്ന മറ്റൊരു നേതാവ് നെതന്യാഹുവിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന നഫ്തലി ബെന്നറ്റ് മാത്രമേ ഉള്ളൂ. നഫ്തലി ബെന്നറ്റാണോ യർ ലാപ്പിഡാണോ നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതെന്ന് ഉള്ളതിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നേതാക്കൾ പോലും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനൊപ്പമാണ്, നെതന്യാഹുവിനൊപ്പമാണ്. നെതന്യാഹുവിനൊപ്പം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പമാണ് ഞങ്ങൾ, യുദ്ധം ഇസ്രായേൽ ജയിക്കുക തന്നെ ചെയ്യും, ഇറാനെ ഞങ്ങൾ തകർക്കുമെന്നുള്ള തരത്തിലാണ് അവരുടെ നിലപാടുകൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രതിപക്ഷം പെരുമാറേണ്ടത്. രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ LPGയുടെ ഒരു പ്രതിസന്ധി രാജ്യത്ത് നിലവിലില്ല എന്നുള്ള വസ്തുത നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാം. നിലവിലുണ്ടെങ്കിൽ തന്നെ എങ്ങനെ വേണം പ്രതിപക്ഷം പെരുമാറാനെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇസ്രായേലിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെ ഒരു പ്രതിപക്ഷം ആയിരിക്കരുത്, അല്ലെങ്കിൽ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടുവാനുള്ള സാഹചര്യം മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ ആകരുത് പ്രതിപക്ഷം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇടതുപക്ഷ പാർട്ടികളും അതിൻ്റെ നേതാക്കളും അതിൽ കയറിക്കൂടിയിരിക്കുന്ന സഖാപ്പികളും ഒപ്പം കോൺഗ്രസും. മറ്റ് തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികളെല്ലാം ഈ ഒരു പട്ടികയിൽ തന്നെ പെടുത്താവുന്ന, അല്ലെങ്കിൽ ഒരേ നുകത്തിൽ കെട്ടാവുന്ന കാളകളാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ്, പാർട്ടികളാണ്. അപ്പോൾ ഇനി നമുക്ക് വസീഫിലേക്ക് തിരിച്ചു വരാം. വസീഫിൻ്റെ ഈ ഒരു പരിഹാസം ഇപ്പോൾ എന്തായാലും ഫലത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ മറ്റൊരു രസകരമായിട്ടുള്ള
വസ്തുതയ്ക്കും അത് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരസ്യത്തിനും അത് കാരണമായിട്ടുണ്ട്. ആ പരസ്യം എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. അതിനു മുൻപ് പല കമൻറ്റുകളിലും തെളിഞ്ഞു കണ്ടത് നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായ ജെ ചിഞ്ചുറാണി 2023 ഗുജറാത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ബനാസ് ഡയറി, അതായത് ക്ഷീരോത്പാദന കേന്ദ്രത്തിൽ, ബനാസ് എന്ന കമ്പനിയുടെ ക്ഷീരോത്പാദന കേന്ദ്രത്തിൽ ചിഞ്ചുറാണി സന്ദർശനം നടത്തുകയും അവിടെ കർഷകരുടെ വീടുകളിൽ, ക്ഷീരകർഷകരുടെ വീടുകളിൽ പോയി ചാണകം ശേഖരിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് അതുവഴി CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റ് കാണുകയും അതേ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഉണ്ടായി. അതായത് 40 ടൺ ചാണകത്തിൽ നിന്ന് പ്രതിദിനം 800 കിലോ CNG ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗുജറാത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പാഠങ്ങളെല്ലാം വസീഫിന് തുടർച്ചയായി ആളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. കാരണം വസീഫിനെ പോലുള്ള ഒരാൾ പകലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് നല്ല തൊലിക്കട്ടിയാണ്. തന്നെയുമല്ല, രാത്രി സുഡാപ്പി ആയത് കാരണം ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ള നടപടിയാണ്. എന്തെങ്കിലും ഒരു ആരോപണമോ ആക്ഷേപമോ ഉന്നയിക്കുക, അത് തിരിച്ചടിക്കുമ്പോൾ അത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്താതെ മുങ്ങുക. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്ന് പറയും. അതായത് സ്ഥിരം നടപടി, അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളികൾ ചെയ്യുന്ന ചില പ്രവർത്തന രീതികളുണ്ടല്ലോ, സ്ഥിരമായി അവലംബിച്ച് വരുന്ന ആ ഒരു പ്രവർത്തന രീതി അതാണ്. ഷൂട്ട് ആൻഡ് സ്കൂട്ട്, ആരോപണം ഉന്നയിക്കുക, മുങ്ങുക, ആരോപണം ഉന്നയിക്കുക, മുങ്ങുക, ആക്ഷേപം ഉന്നയിക്കുക, മുങ്ങുക. അതിന് തിരിച്ചു വരുന്ന പരിഹാസങ്ങളെ മാറ്റി നിർത്താം. പരിഹാസങ്ങൾ നമ്മൾ കണക്കാക്കുന്നില്ല എന്ന് തന്നെ വയ്ക്കാം. പക്ഷേ താൻ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ കാര്യം പരിഹാസമായിട്ടാണ് ഉന്നയിച്ചതെങ്കിൽ പോലും, ഈ പ്രധാനമന്ത്രി ചാണകവാതക യോജന എന്നുള്ളൊരു പേര് നിലവിലില്ലെങ്കിൽ പോലും ഗോബർധൻ എന്നുള്ളൊരു പദ്ധതി രാജ്യത്ത് നിലവിലുണ്ട്. ആ പദ്ധതിയിലൂടെ രാജ്യത്ത് CNG ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായി ജൈവവളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഒപ്പം കർഷകർക്ക് അവരുടെ ധനസ്ഥിതിയിൽ വളരെയധികം മെച്ചവും ഉണ്ടാകുന്നു. കാരണം ഈ കമ്പനികൾ ഈ ചാണകം ശേഖരിക്കുന്നു, ഈ CNG ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ശേഖരിക്കുമ്പോൾ വെറുതെ പോയി ചാണകം ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയല്ല. ഈ മോദിക്ക് വേണ്ടിയിട്ട്, മോദിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് വസീഫ് വാരി കഴിക്കുന്നത് പോലെ ചാണകം വെറുതെ എടുത്തുകൊണ്ട് വരികയല്ല. പിണറായി വിജയൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തിൽ നിന്ന് ചാണകം എടുത്തുകൊണ്ട് വരുന്നത് പോലെ വെറുതെ എടുത്തുകൊണ്ട് വന്ന് വാരി തിന്ന് മോദിയെ അപമാനിക്കുവാൻ വേണ്ടി, ഞാൻ ചാണകം കഴിക്കുന്നു, ഇതിൻ്റെ കാരണം മോദിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പരിഹാസമല്ല കമ്പനികൾ ചെയ്യുന്നത്. ക്ഷീരകർഷകരുടെ വീട്ടിൽ നിന്ന് ചാണകം ശേഖരിച്ച് അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകി അവരുടെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു മാർഗം കൂടി തുറന്നു കൊടുത്ത്, തന്നെയുമല്ല ഗോബർധനിൻ്റെ കീഴിലുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദമായ തന്നെ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഭാരത സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കുക ഏതെല്ലാം തരത്തിലാണ് ഈ ഒരു പദ്ധതി രാജ്യത്തെ ക്ഷീരകർഷകർക്ക് മറ്റു പലർക്കും പ്രയോജനപ്രദമായി മാറുന്നതെന്ന് ഉള്ളതും വസീഫിനെ പഠിപ്പിക്കുവാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ മറ്റു പലർക്കും ഈ വിവരങ്ങൾ അറിയുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫലത്തിൽ പ്രധാനമന്ത്രിയെ പരിഹസിക്കുവാൻ വേണ്ടി ചാണകം വാരിയ വസീഫ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം നടപ്പാക്കിയ ജനക്ഷേമപരമായൊരു വികസന പദ്ധതിയുടെ പരസ്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ് വസീഫ് ഫലത്തിൽ ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, ഈ പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ പരിഹാസ ശ്രമത്തിൻ്റെ ഭാഗമായി ബയോഗ്യാസ് നിറച്ച ബലൂൺ പോലെ ഇപ്പോൾ അന്തരീക്ഷത്തിലാണ്. ബയോഗ്യാസ് നിറച്ച ബലൂൺ അന്തരീക്ഷത്തിലേക്ക് ഉയരുമോ എന്നുള്ള സാങ്കേതിക ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് അന്തം ഗമിയും സുഡാപ്പിയുടെയും ഒരു കോമ്പിനേഷനായ അന്തം സഗാപ്പി ആയതുകൊണ്ട് സാങ്കേതികമായ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. എന്തായാലും ബയോഗ്യാസ് ബലൂണായി വസീഫ് അന്തരീക്ഷത്തിൽ തന്നെ തുടരുകയാണ്. അവിടെ തന്നെ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.